കംപ്രസർ കത്തിപ്പോയി. കത്തിയതിന്റെ അവശിഷ്ടം ഈ കാണുന്നത് കേട്ടോ. കംപ്രസറിന്റെ കോയിലാണ് ഈ കത്തി നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ കത്തിപ്പോയുള്ള ഒരു കാരണമുണ്ട്. ഇങ്ങനെ കത്തി കഴിഞ്ഞാൽ അതിന്റെ കൂടെ വണ്ടി നിന്ന് കത്താനുള്ള ചാൻസ് കൂടുതലാണ്ടാ. അപ്പൊ ഇങ്ങനെ കത്താനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വണ്ടികളിൽ ഫ്യൂസ് ഓരോ ഇപ്പൊ കംപ്രസറിന് ഒരു ഫ്യൂസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഇത്ര ആമ്പിന്റെ ഫ്യൂസ് ഇടണമെന്നുള്ളത്. അതിന്റെ മേളിലോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കത്തിപ്പോണ ചാൻസ് കൂടുതലാണ്. അതേപോലെ നമ്മളിപ്പോ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഊരിയെടുത്തിട്ട് നേരെ ചെമ്പമ്മയും കെട്ടിയിടും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഫ്യൂസ് പോകേണ്ട സമയത്ത് ഫ്യൂസ് പോകില്ല. ഈ ഫ്യൂസ് വെച്ചേക്കണത് അത് അടിച്ചു പോകാൻ വേണ്ടിയിട്ടാ. ഇതുപോലെ എന്തെങ്കിലും കംപ്രസർ കോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിംഗ് സൈഡിലോ ഷോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂസ് അടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസ് കൊടുത്തേക്കണത്. അപ്പൊ മിക്ക ആൾക്കാർ എന്ത് ചോദിച്ചാൽ മിക്ക ആൾക്കാരല്ല ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂസിൽ ചെമ്പമ്മയൊക്കെ കെട്ടിയിടും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് കത്തിപ്പോട്ടാ. ഇതിപ്പോ ഇങ്ങനെ കത്തി മൊത്തം പുക വന്നുകൊണ്ട് കസ്റ്റമർ അറിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ടു, പിന്നെ AC ഓൺ ആക്കാണ്ട് വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് ഒട്ടും നമ്മൾ മൈൻഡൊന്നും ചെയ്യാണ്ട് ശ്രദ്ധിക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഇത് കത്തി കയറിയും വണ്ടി ഒന്ന് കത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്ടാ. അപ്പൊ വണ്ടികളിൽ നമ്മൾ ഫ്യൂസ് ഡിസൈൻ ചെയ്ത ഫ്യൂസ് ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 5 ആമ്പിയറൊക്കെ വ്യത്യാസം പിന്നെയും കുഴപ്പമില്ല. വലിയ ലെവലിലൊക്കെ ഇപ്പൊ 30 ആമ്പിയറിന് ഫ്യൂസ് വരുന്നിടത്തോട്ട് അവിടെ കൂടെ ചെമ്പമ്പിക്കാണ് ചുറ്റിക്കെട്ടിട്ട് കഴിഞ്ഞാല് ഇതുപോലെ നിന്ന് കത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വണ്ടി കത്തിപ്പോകുന്നതിന്റെ കാരണങ്ങളൊന്ന് ഇതൊക്കെയുണ്ടാ. ഇതിപ്പോ നമ്മൾ കംപ്രസർ അസംബ്ലിട്ടൊക്കെ മാറിയിട്ടാ. കംപ്രസറൊക്കെ ആകെ കത്തിപ്പോയി നമ്മൾ കംപ്രസർ അസംബ്ലിട്ട് മാറി. അത് പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പൈസ പിന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വണ്ടിയിൽ ഇതുപോലെ നിന്ന് കത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്ക് പെട്ടെന്ന് ഇറങ്ങാനൊന്നും പറ്റുന്ന വരില്ല. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ വണ്ടികളിൽ ഫ്യൂസിൽ ചെമ്പമ്പി ചുറ്റുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യരുതെന്ന് എടുത്ത് പറയാ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതുപോലെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പൊ ചെമ്പമ്പി ചുറ്റിയിട്ട് ഇതുപോലെ കുത്തിക്കെട്ടി ഇങ്ങനെ എന്തെങ്കിലും ഷോർട്ടായി പോവാ, കത്തിപ്പോവാ, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോട്ടാ. അപ്പൊ ചെമ്പമ്പി ചുറ്റിയിട്ടുള്ള പരിപാടി അവസാനിപ്പിച്ചോട്ടാ.